നമസ്കാരം. FP എക്സ്ട്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലിവർപൂളിനെ വൂൾസ് ലീഗിൽ ലാസ്റ്റ് മിഡ് വീക്ക് മാച്ചിൽ 2-1 തോൽപ്പിച്ചെങ്കിൽ അതിന് ചെറിയൊരു പ്രതികാരം ലിവർപൂൾ കിട്ടിയിട്ടുണ്ട്. 3-1 FA കപ്പിൽ വൂൾസിനെ തോൽപ്പിച്ചുകൊണ്ട് ലിവർപൂൾ അടുത്ത റൗണ്ടിലോട്ട് കടന്നിരിക്കുകയാണ്. സോ സെക്കൻഡ് ഹാഫിൽ നേടിയ 3 ഗോളുകളാണ് ലിവർപൂളിന് വിക്ടറി സമ്മാനിച്ചത്. വൂൾസിൻ്റെ ഗോളും വരുന്നത് സെക്കൻഡ് ഹാഫിലാണ്. സോ ഈ മാച്ചിൽ ലിവർപൂൾ ഇറക്കിയ ലൈനപ്പ് കാണാം. സബോസ്ലൈ റൈറ്റ് ബാക്കിലോട്ട് പോയി, സെൻട്രൽ ബാക്കിൽ ഗോമസും അതുപോലെ തന്നെ വാൻഡൈക്കുമാണ് സ്റ്റാർട്ട് ചെയ്തത്. പോസിറ്റീവായിട്ടുള്ളൊരു ചെയ്ത് മക്കലിസ്റ്ററും ഗ്രാംബർഗും എല്ലാം സ്റ്റാർട്ട് ചെയ്തു. പോസിറ്റീവായിട്ടുള്ളൊരു ചെയ്ത് റിയോ എങ്കുമോ എന്താണോ പയ്യൻ സ്റ്റാർട്ട് ചെയ്തതാണ് ഓൺ ദ ലെഫ്റ്റ്, സല ഓൺ ദ റൈറ്റ്. നോക്കാനാണ് ഗ്യാക്പോ സെൻട്രൽ ഫോർവേഡ് റോളാണ് ഈ മാച്ചിൽ ഇറക്കിച്ചത്. സോ ഈ കോർട്ടിസ് ജോൺസ് സ്റ്റാർട്ട് ചെയ്ത നമ്പർ 10 റോൾ. സോ ഈ മാച്ചിലോട്ട് വരുമ്പോഴേക്കും ബിഗ്ഗസ്റ്റ് പോസിറ്റീവ് റിയോയുടെ പെർഫോമൻസ് തന്നെയാണ്. സോ ഫാൻസ് എല്ലാവരും കോൾ ഔട്ട് ചെയ്യുന്നൊരു കാര്യമാണ്, പുള്ളിക്ക് ഗ്യാക്പോനെ മാറ്റാൻ താല്പര്യമില്ല, പുള്ളിയുടെ പ്രിയ പ്ലെയറാണ്. എന്താണെന്ന് അറിയത്തില്ല, എന്ത് വന്നാലും ഗ്യാക്പോനെ മാറ്റത്തില്ല. പുള്ളി ഗ്യാക്പോനെ കാണുന്ന R9 റൊണാൾഡീനോ ആയിട്ടോ മെസ്സി ആയിട്ടോ ക്രിസ്ത്യാനോ ആയിട്ടാണോ എന്തായിട്ടാണെന്ന് എനിക്കറിയത്തില്ല. എന്തായിട്ടാണേലും സ്റ്റാർട്ട് ചെയ്യണേ ചെയ്തോ. ബട്ട് ഇന്നലെ യൂസ് ചെയ്തുള്ള റിയോനെ സ്റ്റാർട്ട് ചെയ്യുക, എന്നാൽ ലെഫ്റ്റിൽ ഗ്യാക്പോനെ ഒന്നെങ്കിൽ സെൻട്രൽ ഫോർവേഡ് റോളിലിടുക, അല്ലെങ്കിൽ സലേനെ വെഞ്ച് എന്നിട്ട് ഗ്യാക്പോനെ റൈറ്റിലിടുക, അല്ലെങ്കിൽ റിയോനെ റൈറ്റിലിട്ട് ഗ്യാക്പോനെ ലെഫ്റ്റിൽ. കാരണം ടേക്ക് ഓൺ ചെയ്യാനുള്ളൊരു പ്ലേയേഴ്സ് വേണം. ഇന്നലത്തെ മാച്ചിൽ 4-3 സക്സസ്ഫുൾ ട്രിബിൾസ് ഉണ്ട്. 10-6 ഡ്യൂവൽസും ഗ്രൗണ്ട് ഡ്യൂവൽസും ആൾ വിൻ ചെയ്തു റിയോ കുട്ടൻ. ആൻഡ് ഈ ഒരു മത്സരത്തിലോട്ട് വരുമ്പോൾ നമ്മൾ കണ്ടതാണ് ലിവർപൂളിൽ ഇല്ലാത്ത ആ ഒരു ബ്രെത്ത് ഓഫ് അർജൻസി ഉണ്ടല്ലോ. ഫൈനൽ തേർഡിലോട്ട് എത്തിയതിനു ശേഷം പ്ലേയേഴ്സിനെ ടേക്ക് ഓൺ ചെയ്യുക, ക്രോസുകൾ ഇടുക, ഷോട്ടുകൾ അറ്റംപ്റ്റ് ചെയ്യുക. അത് റിയോയുടെ ഭാഗത്തുനിന്ന് കണ്ടു. സോ ആർഗ്യൂ ചെയ്യാൻ നമുക്ക് ഇപ്പോഴത്തെ ഉള്ള ലിവർപൂൾ ടീമിൽ ഫ്രിംപോങ് അവൈലബിൾ അല്ലെങ്കിൽ ആകപ്പാട് അവൈലബിൾ ആയിട്ടുള്ള ഒരേ ഒരു പ്ലെയർ ഹൂ ക്യാൻ സ്ട്രെച്ച് ദ പിച്ച് ആൻഡ് ഹൂ ക്യാൻ ടേക്ക് ഓൺ പ്ലേയേഴ്സ് അത് റിയോ ആണ്. ഗ്യാക്പോ ആ കാര്യത്തിൽ എക്സ്പേർട്ട് അല്ല. ഗ്യാക്പോ പ്ലേയേഴ്സിനെ ടേക്ക് ഓൺ ചെയ്തില്ല. പുള്ളി പൊതുവേ സൈഡ് വേസ് ബാക്ക് വേസ് പാസസ് ആണ്. ലാസ്റ്റ് വൂൾസ് മാച്ചിൽ നമ്മൾ പാസ് മാപ്പ് കാണിച്ചാണ്. ആകപ്പാട് 2 പാസസാണ് പുള്ളി ഇൻറ്റു ദ ബോക്സ് നടത്തിയത്. ആ ഒരു വൈഡിൽ കളിക്കുന്ന പ്ലെയറാണെന്ന് ഓർക്കണം, അഥവാ ഹാഫ് സ്പേസിലോട്ട് കളിക്കുന്ന ഇൻവേർട്ട് ചെയ്ത് കയറുന്ന ഒരു വിങ്ങറാന്ന് ഓർക്കണം ഗ്യാക്പോ. സോ ഗ്യാക്പോനെ ഇന്നലെ CF ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് റിയോനെ വൈഡി സ്റ്റാർട്ട് ചെയ്തതൊരു സൂപ്പർബായിട്ടുള്ളൊരു മൂവ് തന്നെയായിരുന്നു. ആൻഡ് ഇറ്റ് വർക്ക്. ഫസ്റ്റ് ഹാഫിൽ മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു, ബട്ട് കൂടുതലും ലിവർപൂൾ ഗെയിമിലോട്ട് വന്ന സെക്കൻഡ് ഹാഫിലോട്ടാണ്. അതിലോട്ട് പറയുന്നതിന് മുമ്പ് ഇന്നലെ മാച്ച് സ്റ്റാർട്ട് ചെയ്തത് ജോട്ടയ്ക്ക് ഒരു നല്ല ട്രിബ്യൂട്ട് കൊടുത്തുകൊണ്ടാണ്. കൂടാതെ നിങ്ങൾ മിക്കവരും കണ്ടു കാണും ഇത്. ജോട്ടയുടെ ഒരു പിക്ചർ പെറ്റൽസ് ഉണ്ടല്ലോ, ജോട്ടയുടെ ഇത് മെമ്മറീസിനായിട്ട് ഓരോരുത്തർ അർപ്പിച്ച പൂക്കളുടെ ഫേഡായിപ്പോയ അതിൻ്റെ പെറ്റൽസ് ഉപയോഗിച്ച് അതിൽ നിന്ന് ഇങ്ക് ഉണ്ടാക്കിക്കൊണ്ട് അത് ഉപയോഗിച്ച് ഒരു എക്സ് വൂൾസ് പ്ലെയർ ഒരു പെയിൻറ്റിങ് വരച്ച് പ്രസൻറ്റ് ചെയ്യുന്നൊരു സിനാരിയോ ഉണ്ടായി. ആൻഡ് ഇറ്റ് വാസ് റിയലി ഗ്രേറ്റ് ടു സീ. ആൻഡ് സെക്കൻഡ് ഹാഫിലാണ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഗെയിമിലോട്ട് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയത്. ആൻഡ് ഡെഡ് ലോക്ക് ബ്രേക്ക് ചെയ്യുന്നത് റോബർട്ട്സൺ ആണ്. ആൻഡ് ഈ ഒരു ഗോളിൽ സല ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ വഹിച്ചിട്ടുണ്ട്. സലയുടെ കാലിലോട്ട് ബോൾ കിട്ടിയിട്ട് കട്ട് ചെയ്ത് കയറിയിട്ടൊരു പാസ് റിലീസ് ചെയ്യുന്നുണ്ട്. കേർട്ടിസിലോട്ടാണെന്ന് തോന്നുന്നു, എന്നിട്ട് കേർട്ടിസാണെന്ന് തോന്നുന്നു റോബർട്ട്സണ് കൊടുക്കുന്നത്. സോ സല ഓൾസോ പ്ലേഡ് എ റോൾ ഇൻ ദാറ്റ് ഗോൾ. ആൻഡ് നമുക്കാണ് റോബർട്ട്സൻ്റെ ഒരു 1.5 ഷോട്ടായിരുന്നു ഫ്രം ഔട്ട് സൈഡ് ദ ബോക്സ്. ഗോൾ കീപ്പറിനെ ബീറ്റ് ചെയ്ത് 1-0 ലീഡ് എടുക്കുന്നു. ആൻഡ് കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം റോബർട്ട്സൺ തിരിച്ച് ഒരു അസിസ്റ്റ് സലയ്ക്ക് ഇട്ട് കൊടുക്കുന്ന ഒരു സിനാരിയോ ഉണ്ട്. ക്രോസ് ഇൻ ടു ദ ബോക്സ്, സലയുടെ ഒരു ഫിനിഷ്, നല്ല മൂവ് ആയിരുന്നു അത്. ആദ്യം ഓഫ് സൈഡ് വിളിച്ചെങ്കിലും പിന്നെ അത് VARൽ ഓൺ സൈഡ് ആണെന്ന് പ്രൂവ് ചെയ്യുകയും ഗോൾ അലവ് ചെയ്യുകയായിരുന്നു. പിന്നെ മൂന്നാമത്തെ ഗോളും ശരിക്കും കേർട്ടിസ് ജോൺസിൻ്റെ ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസ് തന്നെയാണ്. ആൾ ബോൾ വിൻ ചെയ്തിട്ട് ബോളുമായിട്ട് ട്രിപ്പിൾ ചെയ്ത് കയറിയിട്ട് ഔട്ട് സൈഡ് ദ ബോക്സ് മറ്റൊരു ഷോട്ട് ഫ്രം കേർട്ടിസ് ജോൺസ് 3-0 ലീഡ് എടുത്തു. ആൻഡ് ആകപ്പാടെ ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം മേ ബി ആ ഗോൾ കൺസീഡ് ചെയ്തതാണ്. അതും ഇവർക്ക് കിട്ടിയ ലിവർപൂളിൻ്റെ ഒരു ഫ്രീ കിക്ക് അവരുടെ ഗോൾ കീപ്പർ എടുത്തതിന് ശേഷം ഡയറക്റ്റ് ഗോൾ കിക്ക് അടിച്ചത് നേരെ പോയി അവന്മാർ ഗോൾ അടിക്കുമായിരുന്നു. അവിടെ മേ ബി വി ക്യാൻ സേ സബോസ്ലൈ ഷുഡ് ഹാവ് ഡൺ ബെറ്റർ, ബട്ട് ഗോൾ കീപ്പറിനാണ് ഒരു അസിസ്റ്റ് കിട്ടിയത്. ആൻഡ് ഇറ്റ്സ് 3-1 വിക്ടറി ആയിട്ട് ലിവർപൂൾ പോവുകയാണ്. നമുക്കത് പോസിറ്റീവായിട്ട് എടുക്കാം, 3-1 വിക്ടറി നേടി. ബട്ട് ലീഗിൽ ഈ ഫോം കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ആൻഡ് ഇന്നലത്തെ മാച്ചിൽ പ്രൂവ് ചെയ്തു വൈ റിയോ ഷുഡ് സ്റ്റാർട്ട് ഫോർ ലിവർപൂൾ ഇൻ അപ്കമിങ് മാച്ചസ്. പുള്ളിക്ക് ഗ്യാക്പോനെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ബെഞ്ച് സലേനെയും ഗ്യാക്പോനെ റൊട്ടേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ലെക്കിറ്റിക്ക് വരും ഗ്യാപ്പിനെ പിടിച്ചിട്ട്. ബട്ട് റിയോ ഷുഡ് സ്റ്റാർട്ട് ബ്രോ. കാരണം ആ ടീമിൽ വൈഡിൽ നിന്ന് ഈവൻ ഇത് ലീഗ് മാച്ചുകളിലാണെങ്കിൽ ലാസ്റ്റ് 10-15 മിനിറ്റ് റിയോ ഇറങ്ങിയതിന് ശേഷം ലിവർപൂൾ എപ്പോഴും ലൈവ്ലി ആവാറുണ്ട്. ഒരു മാച്ചല്ല, മിക്ക മാച്ചുകളും ലാസ്റ്റ് 10 മിനിറ്റ്സ് അല്ലെങ്കിൽ 2-3 മിനിറ്റ് അല്ലെങ്കിൽ ചിലപ്പോൾ ആഡ് ഓൺ ടൈമിലായിരിക്കും കൊണ്ടുവരുന്നത്. എന്നിട്ട് ചെക്കൻ ഇൻട്രസ്റ്റിങ്ങിൽ ഗെയിം ഓപ്പൺ ആക്കാറുണ്ട്. സോ ഓപ്പൺ ആക്കാറുണ്ട്, ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്, നല്ല ക്രോസുകൾ ബോക്സിലോട്ട് വരാറുണ്ട്, കട്ട് ബാക്സ് വരാറുണ്ട്. സോ സ്റ്റാർട്ട് റിയോ, യൂസ് ഹിം മോർ എന്നുള്ളൊരു അഡ്വൈസ് മാത്രം നമുക്ക് സ്ലോട്ടിന് കൊടുക്കാൻ സാധിക്കും. അവിടെ നമ്മൾ മറ്റൊരു മാച്ചിലോട്ട് പോകാനായിട്ടാണെങ്കിൽ ഇന്നലെ ബയൺ മ്യൂണിക്ക് 4-1 ഗ്ലാഡ്ബാഗിനെ തോപ്പിക്കുന്ന ഒരു ഗ്ലാഡ്ബാഗിനെ തോപ്പിക്കുന്ന ഒരു സിനാരിയോ ഉണ്ട്. ഈ മാച്ചിൽ ബയൺ ഇറക്കിയ ലൈനപ്പ് നിങ്ങൾ നോക്കുക.
ഇവിടെയാണ് ബയൺ ലോട്ടറി അടിച്ചിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ഹാരി കെയ്ൻ ഇന്നലെ ഒരു കാഫ് ഇഞ്ചറി കാരണം ഔട്ടായിരുന്നു. അപ്പോൾ അതിന് നിക്കോളാസ് ജാക്സനാണ് സ്റ്റാർട്ട് ചെയ്തത്. ബട്ട് ഫുൾ ബാക്കായിട്ട് പുള്ളി ബിഷ്കോഫിനെ സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാനിസിച്ചിനെ റെസ്റ്റ് ചെയ്തു. സ്റ്റാനിസിച്ചിന് 30 മിനിറ്റ് കളിക്കാൻ വന്നിട്ടുള്ളൂ. മിഡ്ഫീൽഡിൽ ഗൊറച്ക വന്നു, മുസിയാല വന്നു, ബാക്കി കാളിനെയാണ് നമ്മൾ നോക്കാനാണ് റൈറ്റിൽ സ്റ്റാർട്ട് ചെയ്തത്. സോ ഈ ഒരു മാച്ചിലോട്ട് വരുമ്പോഴേക്കും പൗലോവിച്ച് 1 മിനിറ്റ് പോലും കളിച്ചിട്ടില്ല, ജൊനാഥൻ താ 1 മിനിറ്റ് പോലും കളിച്ചിട്ടില്ല. കിമ്മിഞ്ചാണ് സ്റ്റാർട്ട് ചെയ്തത് അലോങ് സൈഡ് ഉപ്പമക്കാനോട് 60 മിനിറ്റ് മാറ്റുകയും ചെയ്തു. പിന്നെ ഒലീസെ 1 മിനിറ്റ് പോലും കളിച്ചിട്ടില്ല, റെസ്റ്റ് കൊടുത്തു. ഗ്നാബറി 1 മിനിറ്റ് പോലും കളിച്ചിട്ടില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 പ്ലേയേഴ്സ് 1 മിനിറ്റ് പോലും കളിച്ചിട്ടില്ല. സ്റ്റാൻസി ചാപ്പാടെ 30 മിനിറ്റേ കളിച്ചിട്ടുള്ളൂ. അങ്ങനെ കുറച്ച് പ്ലേയേഴ്സ് മിക്കവരും ഉപ്പമക്കാനോ 60 മിനിറ്റ് മാറ്റി, ലൂയിസ് ഡിയാസിനെ 60 മിനിറ്റ് മാറ്റി, കിമ്മിച്ചിനെ 80 മിനിറ്റ്, കിമ്മിച്ച് കുറച്ച് കൂടുതൽ നേരം കളിച്ച്. അങ്ങനെ കുറേ റൊട്ടേഷൻ ഉപ്പമക്കാനോ അതുപോലെ തന്നെ ലൈമറിനെ മാറ്റി. സോ ഇതെല്ലാം പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അവർക്ക് ചെയ്യാൻ പറ്റുന്ന, 1 മാച്ച് ജയിച്ചിരിക്കുകയെന്ന് കംഫർട്ടബിളി, 2 ഇപ്പോൾ 14 പോയിൻറ്റ് ലീഡുണ്ട് ബൊറൂസിയ ഡോർട്ട്മുണ്ടിൻ്റെ മേൽ. ബൊറൂസിയയ്ക്ക് ഒരു ഗെയിം ഇൻ ഹാൻഡ് ഉണ്ട്. ഈവൻ അത് അവർ ജയിക്കുവാണെങ്കിലും 11 പോയിൻറ്റ് ലീഡുണ്ട്, വിച്ച് മീൻസ് അവർക്ക് അത്യാവശ്യം നല്ലപോലെ റൊട്ടേറ്റ് ചെയ്യണം. ബയൻ്റെ സ്ക്വാഡ് ഡെപ്ത് അധികം ഹൈ അല്ല. പക്ഷേ ഇന്നലത്തെ മാച്ച് ചെയ്തപോലെ ഞാനിപ്പോൾ ലാസ്റ്റ് വീഡിയോയിലും പറഞ്ഞ പോലെ തന്നെ 3-4 പ്ലേയേഴ്സിനെ പെർ മാച്ച് റൊട്ടേറ്റ് ചെയ്യാം. എൻ്റെ റിലോൺ റൊട്ടേറ്റ് ചെയ്യണമെന്നല്ല പറഞ്ഞു. ഇന്നലെ ചെയ്തൊരു 4 പ്ലേയേഴ്സിന് റെസ്റ്റ് കൊടുത്തു. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് അവർക്ക് ലീഗിൽ പോകാം. ആൻഡ് ബയൻ്റെ സ്ട്രെങ്തും അതാണ്. ഇന്നലത്തെ മാച്ചിലാണെങ്കിൽ ലൂയിസ് ഡിയാസിലൂടെയാണ് നമ്മൾ നോക്കാനായിട്ട് ബയൺ സ്കോറിങ് തുടങ്ങുന്നത്. ലൂയിസ് ഡിയാസ് ഇപ്പോൾ 20 ഗോളും 16 അസിസ്റ്റും ആയിട്ടുണ്ട് ഈ സീസൺ ഫോർ ബയൺ ഓൾ കോമ്പറ്റീഷൻ, 36 ഗോൾ കോൺട്രിബ്യൂഷൻ. ആൻഡ് രണ്ടാമത്തെ ഗോൾ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഒരു സിനാരിയോയിലൂടെ പിന്നീട് ലെയ്മർ സ്കോർ ചെയ്യുമായിരുന്നു. അവിടെ ലൂയിസ് ഡിയാസിൻ്റെ അസിസ്റ്റ് വരുന്ന ഒരു സിനാരിയോ നമ്മളുണ്ട്. സോ അതിനുശേഷം നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യം, ബുണ്ടസ് ലീഗയിലെ ഫസ്റ്റ് ഗോൾ നിക്കോളാസ് ജാക്സൺ വിൻ ചെയ്ത പെനൽറ്റി കൺവേർട്ട് ചെയ്തുകൊണ്ട് മുസിയാല ഈ സീസണിലെ ബുണ്ടസ് ലീഗയുടെ തൻ്റെ ഫസ്റ്റ് ഗോൾ സ്കോർ ചെയ്തു. അത് പോസിറ്റീവായിട്ടുള്ള കാര്യം. കാള് ഒരുക്കി കൊടുത്ത ഒരു ചാൻസിൽ നിക്കോളാസ് ജാക്സൺ കൺവേർട്ട് ചെയ്തുകൊണ്ട് 4ാമത്തെ ഗോൾ സ്കോർ ചെയ്തു. ലാസ്റ്റ് അവരൊരു ഗോൾ അടിച്ചു. ഈ മാച്ചിലെ പോസിറ്റീവ് ഞാൻ പറയാനായിട്ട് ഒന്നത് ഈ റൊട്ടേഷൻ നടത്തുന്ന കാര്യം, 2 കാൾ. മിക്ക ടീമുകളും വിൽ ബി പ്രിപ്പയറിങ് ഫോർ ഹാരി കെയ്ൻ, ലൂയിസ് ഡിയാസ്, ഒലീസെ ഒക്കെ ഇവരെല്ലാം സ്റ്റാർട്ട് ചെയ്യും. നമുക്കറിയാവുന്നൊരു കാര്യമാണ്. കാൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പുള്ള ഒരു കാര്യമല്ല. കാൾ മിക്കവാറും ബെഞ്ചിൽ നിന്നായിരിക്കും. ബട്ട് ഈ പയ്യനെ നിസ്സാരക്കാരനായി എടുക്കരുത്. ഇന്നലത്തെ മാച്ച് കാണുന്നവർക്ക് അല്ലെങ്കിൽ ജസ്റ്റ് ഹൈലൈറ്റ്സ് പാക്കേജ് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമുണ്ട്. എപ്പോഴൊക്കെ ബോൾ കാലിലോട്ട് ചെല്ലുന്നുണ്ടോ ഹീസ് റിയലി ത്രെറ്റനിങ് ഗോയ്സ്. പുള്ളി പ്ലേയേഴ്സിനെ ടേക്ക് ഓൺ ചെയ്ത് ഈ ഓൾവേസ് ഗോസ് ഫോർ ദാറ്റ് ഗോൾ, ഈ ഓൾവേസ് ട്രൈസ് ടു പ്രൊവൈഡ് ദാറ്റ് പാസസ് ഇൻ ടു ദ ബോക്സ്. ഇന്നലെ ഒലീസിന് വരെ റൈറ്റിലാണ് ഇട്ടത്. ഓക്കെ, മുസിയാലയും പുള്ളിയും കൂടെ ശരിയാവും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ പലരും ചോദിച്ചിട്ടുണ്ട്. ബട്ട് ഈ ക്യാൻ പ്ലേ ഓൺ ദ റൈറ്റ് ഹാൻഡ് സൈഡ് ഹാഫ് സ്പേസ് ആളത് പ്രൂവ് ചെയ്തു. ടേക്ക് ഓൺ ചെയ്യാൻ നല്ലതാണ്. ഇന്നലെ ആളൊരു ഗോൾ അടിച്ചതുകൊണ്ട് പക്ഷേ കിട്ടില്ലാനായിട്ടുള്ളൊരു ഫിനിഷ് ആയിരുന്നു. കുറച്ചൊക്കെ ഒരു ലൈൻ ബ്രേക്കിംഗ് പാസ് ഉണ്ടായിരുന്നു. പക്ഷേ അത് മാർജിനലി ഓഫ് സൈഡ് ആയിപ്പോയി. പിന്നെ മൊമെൻറ്റ്സ് പുള്ളി ഗോൾ കീപ്പറിനെ ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പുള്ളി റൈറ്റ് ഹാൻഡ് സൈഡിൽ ലെഫ്റ്റ് ഫുട്ട് ഉപയോഗിച്ചുള്ള പുള്ളിയുടെ ഷോട്ടുകൾ ആർ റിയലി എ ത്രെറ്റ്. കൂടാതെ പുള്ളി റൈറ്റ് ഫുട്ടിലും ലെഫ്റ്റ് ഫുട്ടിലും ഓക്കെയാണ്. റൈറ്റ് ഫുട്ടിൽ നിന്നുള്ള പുള്ളിയുടെ ക്രോസുകളും വാസ് ഓൾസോ ഗുഡ്. സോ ലെനർഡ് കാൾ കീപ്പൻ ആവുകയാണെങ്കിൽ മറ്റ് ക്ലബ്ബുകൾ ഇവർക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പം ബെഞ്ചിൽ നിന്ന് നല്ലൊരു വജ്രായുധം ബയൻ്റെ കയ്യിൽ ലെനർഡ് കാളിലൂടെ ഉണ്ടെന്നുള്ളൊരു കാര്യം എല്ലാവരും ഓർത്തിരിക്കുന്നത് നല്ലതാണ്. മുസിയാല ഇന്നലെ ഗോൾ സ്കോർ ചെയ്തതും പോസിറ്റീവാണ്. ആൻഡ് നെഗറ്റീവായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഇപ്പം ലീഗിലെ ഏറ്റവും ലീസ്റ്റ് ഗോൾസ് കൺസിഡർ ചെയ്തിരിക്കുന്നവരാണ്. 24-25 അങ്ങനെ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. 92 ഗോളും സ്കോർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈവൻ അവർ അറ്റാക്ക് തന്നെയാണ്. ഏത് ടീമിനും അവർ അറ്റാക്കിനെ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇമ്പോസിബിൾ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഡിഫെൻസീവ്ലി അവർ ഓപ്പണാണ്. ഈവൻ 24 ഗോളെ ലീഗ് കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിഫെൻസീവ്ലി ബയൺ മ്യൂണിക് എക്സ്പ്ലോയിറ്റഡ് ആവുന്നുണ്ട്. ഇന്നലത്തെ മാച്ചിലാണ് ലാസ്റ്റ് മൊമെൻറ്റ്സ്. ഇപ്പോൾ സെക്കൻഡ് ഹാഫിൽ 10 പേരുമായിട്ടാണ് ഓൾമോസ്റ്റ് 50 മിനിറ്റിന് ശേഷം അവർ കളിച്ചത്. ബട്ട് ലാസ്റ്റ് മിനിറ്റ്സുകൾ അവർ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു. പക്ഷേ ഓർക്കേണ്ട കാര്യമുണ്ട്, ധാരാളം റൊട്ടേഷൻസ് നടത്തി മൊത്തം യങ്സ്റ്റേഴ്സിനെ പിച്ചിലോടും. സോ ഇന്നലത്തെ മാച്ച് നമുക്കത് വിടാം. ഇതിന് മുമ്പത്തെ ബൊറൂസിയ മാച്ചാണല്ലോ, അതിന് മുമ്പത്തെ ചില മാച്ചുകളിലൊക്കെയാണ് വി സോ ദ ഡിഫെൻസീവ് വൾണറബിലിറ്റീസ് ഉണ്ട്. ട്രാൻസിഷനിൽ ഈ ടീമിനെ പ്രോപ്പർലി ഹിറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇവരെ സ്കോർ ചെയ്യുന്നത് തടയാൻ സാധിക്കുമോ? ഇവർക്ക് അഗേൻസ്റ്റ് ട്രാൻസിഷനിൽ പ്രോബബ്ലി പൊസഷൻ വല്ലപ്പോഴും കിട്ടത്തുള്ളൂ. ദേ ആർ റിയലി ഗുഡ് അറ്റ് കീപ്പിംഗ് ദ ബോൾ, ദേ ആർ റിയലി ഗുഡ് അറ്റ് കണ്ടെയ്നിങ് യു ഇൻ യുവർ ഓൺ ഹാഫ്. നിങ്ങളുടെ ഹാഫിൽ തന്നെ ബാക്കി നിർത്താൻ അവർ എക്സ്പേർട്സ് ആണ്. ബട്ട് ബോൾ കിട്ടിയാൽ ട്രാൻസിഷനിൽ അവർ വൾണറബിളാണ്. അവിടെ അവരെ ഹിറ്റ് ചെയ്യാൻ സാധിക്കുമോ, കാൻസർ കൺവേർട്ട് ചെയ്യാൻ സാധിക്കുമോ? എന്നാൽ ടീമുകൾക്ക് ചാൻസ് ഉണ്ട്. സോ നമ്മൾ ബയൺ മ്യൂണിക്കിനെ സീരിയസ് ആയിട്ട് തന്നെ കാണണം. ചാമ്പ്യൻസ് ലീഗിൽ മേ ബി അവർക്ക് ബയൺ മ്യൂണിക്കിൻ്റെ അത്രയും നല്ലതായിട്ട് സ്ക്വാഡ് റൊട്ടേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഫ്രീഡം പ്രോബബ്ലി അത്ലറ്റിക്കോയ്ക്കേ ഉള്ളൂ. വേറെ ഒരു അത്ലറ്റിക്കോ ലീഗ് അടിച്ചിട്ടില്ല, പക്ഷേ ആ ഒരു ഫ്രീഡം അവർക്കുണ്ട്. കാരണം അവർ ലീഗ് വിട്ടു. സോ ആ ഒരു ഫ്രീഡം അത്ലറ്റിക്കോയ്ക്ക് മാത്രമേ ഉള്ളൂ. കാരണം വേറൊരു ക്ലബിന് ഇനി അവശേഷിക്കുന്ന ടീമുകളിലില്ല ലീഗിൽ, സോ ചാമ്പ്യൻസ് ലീഗിൽ. സോ ബയൺ പ്ലേയേഴ്സ് ഫ്രഷർ ആയിരിക്കും. ആൻഡ് ബയൺ മേ ബി അവരുടെ മെയിൻ പ്ലേയേഴ്സിന് റെസ്റ്റ് കൊടുക്കാനായിട്ടും സാധിക്കും ലീഗ് മാച്ചുള്ള ആ ഒരു സെനാരിയോ. സോ കീപ്പ് ആൻ ഐ ഓൺ ബയൺ അഗേൻസ്റ്റ് കിട്ടുന്ന ചാൻസുകൾ കൺവേർട്ട് ചെയ്താൽ ദേ വിൽ ഗോയിങ് ടു കിൽ യു ഗോയ്സ്. അത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ നോക്കാനായിട്ടാണ് മറ്റൊരു മത്സരത്തിലോട്ട് വരുമ്പോൾ PSG കാര്യം പറയണമെന്ന് തോന്നി. PSG ഇന്നലെ മൊണോക്കോട് 3-1 തോറ്റു. ലീഗിലെ 4ാമത്തെ തോൽവിയാണിത് PSG. നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ PSG ലാസ്റ്റ് 2 സീസണുകളിലായിട്ട് അണ്ടർ ലൂയിസ് എൻറിക്കെ ലീഗിൽ 4 തോൽവിയുള്ളൂ. ഈ സീസണിൽ മാത്രം ലീഗിൽ ഇപ്പം 4 തോൽവിയായിട്ടാണ്.
നമ്മൾ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ലോസ് ഇൻ ഹോമുമാണ് ഈ സീസണിൽ ഇൻ ലീഗ് 1 ഫോർ PSG. ആൻഡ് ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്നലെ PSG ലൈനപ്പ് നിങ്ങൾക്ക് കാണാം. മാർക്കിനസിന് റെസ്റ്റ് കൊടുത്തിരിക്കുകയായിരുന്നു. പാച്ചോടൊപ്പം സബ്രാനിയാണ് സ്റ്റാർട്ട് ചെയ്തത്. മെൻഡസ ഹക്കീമി സ്ട്രോങ്ങസ്റ്റ് ഫുൾ ബാക്ക് ഡ്യൂ ആയിരുന്നു. മിഡ്ഫീൽഡിൽ ഡ്രൂ ഫെർണാണ്ടസ് ആണ് സ്റ്റാർട്ട് ചെയ്തത്. ഫാബിയൻ റൂയിസ് ഇപ്പോഴും ഇഞ്ചറി കാരണം ഔട്ടാണ്. ജാവോ നെവസ് ഇല്ലായിരുന്നു. വിറ്റിനയോടൊപ്പം സായർ എമറിയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഫ്രണ്ടിൽ ഡെമ്പല്ലെ 60 മിനിറ്റിന് ശേഷം വന്നു. ബട്ട് ബർക്കോളയാണ് സ്റ്റാർട്ട് ചെയ്തത് ഡോയും കവർസ്കേലോടൊപ്പം. സോ ഇപ്പോഴത്തെ ഈ PSG ടീമിൻ്റെ കാര്യം പറയുമ്പോഴേക്കും ഫാബിയൻ റൂയിസ് ഇസ് എ ബിഗ് മിസ്. നമ്മൾ ജാവോ നെവസും വിറ്റിനെയൊക്കെ പറഞ്ഞുകൊണ്ടെടുത്തത് ഫാബിയൻ റൂയിസ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് അറിയാം. ബട്ട് ഫാബിയൻ റൂയിസ് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആയിരുന്നെന്ന് ഇപ്പോൾ ആൾ വെളിയിലിരിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. കാരണം ഫാബിയൻ റൂയിസ് ഇല്ലാത്തപ്പം ദേ ഫിസിക്കലി മിഡ്ഫീൽഡിൽ ഡ്യുവൽസ് വിൻ ചെയ്യുന്ന കാര്യത്തിൽ ദേ റിയലി ലാക്ക് സംതിങ്. ആൻഡ് ഫാബിയൻ റൂയിസിൻ്റെ ബോക്സിലോട്ടുള്ള റണ്ണുകൾ അറ്റാക്കേഴ്സിന് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്പേസ് ഉണ്ടായിരുന്നു. അത് ആ ഒരു ക്യോട്ടിസം ഉണ്ടായിരുന്നു. അതിപ്പം മിസ് ചെയ്യുന്നുണ്ട്. ആൻഡ് 2 സെറ്റ് പീസസിലും മറ്റുമൊക്കെ വരുമ്പോഴേക്കും PSG ആർ റിയലി വൾണറബിൾ സെറ്റ് പീസ് ഡിഫൻഡിങ്ങിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ. സോ അവിടെ ഇമ്പ്രൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഫാബിയൻ റൂയിസ് പോലത്തെ ഒരു ഫിസിക്കൽ പ്രസൻസ് മേ ബി സെറ്റ് പീസ് ഡിഫൻസിനും ലാക്ക് ചെയ്യുന്നുണ്ട്. മിഡ്ഫീൽഡ് ഡ്യുവൽ വിൻ ചെയ്യുന്ന കാര്യത്തിന് ലാക്ക് ചെയ്യുന്നുണ്ട്. സോ സായർ എമറി ഇസ് നോട്ട് ദാറ്റ് മാൻ വിത്ത് ആ മാനേ അല്ല. സോ ഫാബിയൻ റൂയിസ് എത്രയും പെട്ടെന്ന് ഫിറ്റ് ആവേണ്ട ആവശ്യമുണ്ട്. ഡെമ്പലെ ഫുള്ളി ഫിറ്റ് ആവേണ്ട ആവശ്യമുണ്ട്. ആൻഡ് മൊണോക്കോ ഓവർ ദ 2 legs നമുക്കറിയാം പ്ലേ ഓഫിൽ തോറ്റിരുന്നു. 10 പേരുമായിട്ടാണ് ബേസിക്കലി ആ 2 മാച്ചിലെയും സെക്കൻഡ് ഹാഫ് മൊണോക്കോ കളിച്ചത്. പക്ഷേ ഈ മാച്ചിൽ അവർ പ്രതികാരം വീട്ടി. ആ 2 ഫിക്സ്ചറിലും PSG ലുക്ക് വൾണറബിൾ. ഇന്നലെയും PSG ലുക്ക് റിയലി ബാഡ്. സോ ഈ PSG ലാസ്റ്റ് ഇയറിലെ PSG ആണ് ദേ ഡോണ്ട് ഹാവ് ഡൊണറൂമ. സൊഫനോവ് ആണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗോൾ കീപ്പറായിട്ട് ഷെവലിയാറിനെ ബെഞ്ച് ചെയ്തിരിക്കുകയാണ്. സ്റ്റാർട്ട് ചെയ്യുന്നേയില്ല. സോ ദേ ഡോണ്ട് ഹാവ് എ ഡൊണറൂമ ഹു ക്യാൻ സേവ് ദം ഇൻ ടൈറ്റ് സിറ്റുവേഷൻ. അതാണ് ഇപ്പോഴത്തെ PSG സിനാരിയോ. സോ ചെൽസിക്ക് നല്ലൊരു ചാൻസാണ് PSG അഗേൻസ്റ്റ്. ദേ ആർ അണ്ടർ പ്രഷർ. ആൻഡ് ലീഗ് 1 നോക്കുമ്പോഴേക്കും നിങ്ങൾക്ക് കാണാം 4 പോയിൻറ്റ് ലീഡിലാണ് ഇപ്പം PSG നിൽക്കുന്നത്. ബട്ട് ലെൻസ് ഒരു മാച്ച് കുറവേ കളിച്ചിട്ടുള്ളൂ. സോ ആ മാച്ച് ഇൻ ഹാൻഡ് ലെൻസ് ജയിക്കുവാണെങ്കിൽ 1 point ഗ്യാപ്പ് ആവും. സോ PSGക്കും ലീഗ് ഡൺ ആയിട്ടില്ല. സോ അവർക്ക് ആ ലീഗിൻ്റെ പ്രഷർ അവരുടെ തലയിലും ഉണ്ട്. സോ ലെറ്റ്സ് ഈ കാര്യങ്ങൾ എങ്ങനെ പോകുന്നു. ശരിക്കും ബയൺ മാത്രമാണ് ബേസിക്കലി ലീഗ് ഡണ്ണായി അവർക്ക് നല്ലപോലെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു സൈഡ് ഇൻ യൂറോപ്പ്. ബേസിക്കലി ചാമ്പ്യൻസ് ലീഗിൽ അവശേഷിക്കുന്ന ടീമിൽ ബയണാണ്. ഇൻ്ററിനും ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷേ ഇൻ്റർ ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് ഔട്ടായി. സോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നുള്ളൊരു ഒപ്പീനിയൻ പറയാം. ഡു യു തിങ്ക് ചെൽസി ഡു ഹാവ് എ ചാൻസ് അഗേൻസ്റ്റ് PSG? ഫസ്റ്റ് ലെഗ് പാർക്ക് ഡി പ്രാൻസിലാണ്. അവിടെ ചെന്നൊരു ഡിഫീറ്റ് അവോയ്ഡ് ചെയ്യാൻ സാധിച്ചാൽ ഗെയിം ചേഞ്ചർ ആയിരിക്കാൻ. PSG അണ്ടർ പ്രഷറാണ്. ആ ടീമിനുള്ളിലും കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. സോ ഇത് ചെൽസിക്ക് പറ്റിയ അവസരമാണ്. ഐ ഹോപ്പ് ചെൽസി സ്റ്റെപ്സ് അപ്പ്. അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഷുഡ് റിയോ സ്റ്റാർട്ട് അഗെയിൻസ്റ്റ് ഗ്യാരറ്റസ് റേ? എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്ന് പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.